ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിങ്കൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതനുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കുമാറാകട്ടെ. ഈ പ്രത്യേക സന്ദർഭത്തിലും നമുക്കൊരുമിച്ച് 2 ദിവസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം ദൈവവചന പഠനത്തിനായിട്ട് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് നമ്മെ അവിടെവിടങ്ങളിൽ സൂക്ഷിക്കട്ടെ, പരിപാലിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണല്ലോ. 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്ചയിലും തൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 9-ാമത്തെയും 10-ാമത്തെയും വാക്യം ഒന്നും കൂടെ വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിച്ചവനായി നാം കാണുന്നു. സകലത്തിലും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്ചയും തൻ്റെ മഹത്വവുമാണല്ലോ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 9-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വളരെ വ്യക്തവും ശക്തവുമായ പ്രസ്താവനകൾ, വസ്തുതകൾ നോക്കുകയായിരുന്നു നാം. അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്, അല്ലേ? ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു. 2, എല്ലാവർക്കും വേണ്ടി 3, മരണം അനുഭവിച്ചവൻ. 4, മരണം ആസ്വദിച്ചവൻ. 5, മഹത്വവും ബഹുമാനവും അണിഞ്ഞവൻ. സ്തോത്രം. ഈ 5 കാര്യങ്ങളാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച് നാം അവിടെ കാണുന്നത്. അതിൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവൻ എന്നുള്ളത് നമ്മൾ പഠിച്ചു. മനുഷ്യനെക്കുറിച്ച് 5-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ പറഞ്ഞതിനോട് വളരെ യോജിക്കുന്ന കാര്യങ്ങളാണ് നാം ഈ 9-ാമത്തെ വാക്യത്തിലും കാണുന്നത്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ യേശു. അത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച്, ജഡധാരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2-മത് നമ്മൾ അവിടെ നിന്നും കണ്ടു, യേശുക്രിസ്തുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. ദാറ്റ്സ് അബൌട്ട് ദ എക്സോൾട്ടേഷൻ ആഫ്റ്റർ ദ റിസറക്ഷൻ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിതാവ് യേശുവിന് നൽകിയ ഉയർച്ചയെക്കുറിച്ചാണ് കാണുന്നത്. ദ എക്സോൾട്ടേഷൻ ഓഫ് ജീസസ്.
മൂന്നാമത്തെ കാര്യവും നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കാണുകയായിരുന്നു. യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. സ്തോത്രം. എല്ലാവർക്കും വേണ്ടി മരിച്ചു. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിൽ നിന്നും ആ കാര്യം കാണുകയുണ്ടായി. യേശു എല്ലാവർക്കായിട്ടും മരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, ചർച്ച ചെയ്തത്. ഇതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒന്നുമില്ല. ശരി. എങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് അടുത്ത 2 കാര്യങ്ങളാണ് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. 2, മരണം അനുഭവിച്ചു. ഒന്നും കൂടെ 9-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഹൃദയത്തിൽ അങ്ങ് തളച്ച് കയറട്ടെ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൻ്റെ ഉദ്ദേശം നാം അവിടെ കാണുന്നുണ്ട്. എന്തിനായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു? എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുക. സ്തോത്രം. ഈ 9-ാമത്തെ വാക്യത്തിനകത്ത് എങ്കിലും ദൂതന്മാരെക്കാൾ ദൈവകൃപയാൽ അല്പം മാത്രം താഴ്ച വന്നവനായ യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട്. അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എബ്രായർ 2:9 അടിസ്ഥാനപ്പെടുത്തി നമുക്ക് യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിൻ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റും. എന്തിനായിരുന്നു? നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. സ്തോത്രം. മരണം ആസ്വദിപ്പാൻ. മറ്റൊരു പ്രയോഗം അവിടെയുണ്ട്, മരണം അനുഭവിപ്പാൻ. രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന കാര്യങ്ങളാണ്. അല്പസ്വല്പ വ്യത്യാസം മാത്രം. അല്പസ്വല്പ വ്യത്യാസം മാത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിൻ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? ക്രൂശിൽ മരിക്കുക എന്നത് തന്നെയാണ്. ക്രൂശിലെ മരണം. ആ ക്രൂശ് മരണത്തെയാണ് ഇവിടെ 2 പ്രധാന പ്രയോഗങ്ങളിലൂടെ അപ്പോസ്തലൻ വരച്ചു കാട്ടുന്നത്. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുക, മരണം അനുഭവിക്കുക. സ്തോത്രം.
സകല മനുഷ്യരുടെ മരണത്തിനും യേശുവിൻ്റെ മരണത്തിനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് പറയാമോ? There is a huge difference between normal human death and the death of Jesus Christ. യേശുവിന്റെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. ഓക്കെ, ശരിയാണ്. യേശുക്രിസ്തു മരണം ആസ്വദിക്കുകയായിരുന്നു. He could lay down his life and then take it up also again. ഓക്കെ, മനുഷ്യവർഗത്തിന്റെ പാപം നീക്കുവാനായിട്ട് His death wasn't wages of sin. പാടൻ ആനിസിസ്റ്റ് എന്തായിരുന്നു പറഞ്ഞേ? His death wasn't the wages of sin. ഓക്കെ, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുവാൻ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനോട് വളരെ ചേർന്ന് നിൽക്കുന്നത് ആലിസാൻറ്റി പറഞ്ഞൊരു കാര്യമാണ്. മനുഷ്യരുടെ മരണം, നാം ഉൾപ്പെടെ, നമ്മൾ മരിച്ചിട്ടില്ല, എന്നാൽ മരിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നെങ്കിൽ, നമ്മുടെ ജീവകാലത്തെ കർത്താവ് വരുന്നില്ലെങ്കിൽ നമ്മൾ മരിക്കും. അതുകൊണ്ടാണ് നാം ഉൾപ്പെടെ എന്ന് പറഞ്ഞത്. സകല മനുഷ്യരുടെയും മരണം ഇവരുടെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വന്ന് മരണം അവരെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണമോ, മരണം യേശുവിനെ പിടിക്കുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുകയായിരുന്നില്ല. പകരം താൻ സ്വയം മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നമ്മളാരും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരല്ല. നമ്മുടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ നമ്മുടെ പാസ്റ്റർമാരോ ആരും. മരണം ഇവരെയൊക്കെ അങ്ങ് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ യേശു അങ്ങനെയായിരുന്നില്ല. മരണം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറുകയായിരുന്നില്ല. യേശു മരണത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സ്തോത്രം. യേശു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ മരണത്തിന് യേശുവിനെ തൊടാൻ പറ്റില്ലായിരുന്നു. സ്തോത്രം. അതുതന്നെയായിരുന്നു യേശുവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടു. യേശുവിനെ കൂച്ചുവലങ്ങിട്ടതും പിടിച്ചുകൊണ്ടുപോയതുമൊക്കെ ഇങ്ങനെ തന്നെയുള്ള വിഷയമാണ്. സ്തോത്രം. യേശു തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ക്രിസ്തു മരണത്തിന് തന്നെ വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ നാം ആരും അങ്ങനെയല്ല. പകരം മരണം മനുഷ്യരെ അങ്ങ് കൊണ്ടുപോവുകയാണ്. അവൻ ഇഷ്ടമുള്ളപ്പം വരിക, ഇഷ്ടമുള്ളവരെ പിടിച്ചുകൊണ്ട് പോവുക, ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ ഒക്കെ. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ ഈ വിഷയത്തോടനുബന്ധിച്ച്. ബാക്കി നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. പ്രായശ്ചിത്തമായിട്ട്, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് മരണം ആസ്വദിച്ചു, എല്ലാം ശരി തന്നെ. അപ്പോൾ യേശുവിനെ മരണം കീഴ്പ്പെടുത്തിയതല്ല, യേശു മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്തോത്രം.
ആ ഒരു പ്രയോഗം ഒത്തിരി സ്ഥലത്തുണ്ട്. ഗലാത്യ ലേഖനം തന്നെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ വായിക്കാമോ? 4-ാമത്തെ വാക്യം വരെ ഉണ്ട് എങ്കിലും. ഗലേഷ്യൻസ് 1:1-4. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ആ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. കണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് ഒത്തിരിയുണ്ട്. നമുക്ക് വേണ്ടത് മാത്രം എടുക്കുന്നേ ഉള്ളൂ. തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവായ യേശുക്രിസ്തു. എഫേസ്യർ 5-ാമത്തെ അധ്യായത്തിലും 25 മുതൽ നാം അത് തന്നെ കാണുന്നുണ്ട്. എഫേഷ്യൻസ് 5 അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ എല്ലാം ഇനിയുണ്ട് ഒത്തിരി ഭാഗങ്ങൾ. തന്നെത്താൻ യേശു സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അല്ലായിരുന്നെങ്കിൽ മരണത്തിന് യേശുവിനെ തൊടാൻ പറ്റത്തില്ല. മരണത്തിന് യേശുവിൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ. യേശുക്രിസ്തുവിൻ്റെ മരണം ക്രിസ്തു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തതാണെങ്കിൽ മറ്റെല്ലാ മരണങ്ങളും, സകല മനുഷ്യരുടെ മരണങ്ങളും മനുഷ്യരെ ആക്രമിച്ച മരണം കീഴ്പ്പെടുത്തി കൊണ്ടുപോയതാണ്. ശരി, ഇത്രയും വ്യക്തമാണല്ലോ? സ്തോത്രം. അങ്ങനെ യേശു തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. മരിക്കുവാനായിട്ട് തന്നെയാണ് യേശു വന്നത്. ഭരിക്കുവാനായിട്ടല്ല, മരിക്കുവാനായി വന്നവനാണ് യേശു. സ്തോത്രം. മരിക്കുവാനായിട്ട് വന്നവൻ. അതിനാണ് കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായർ 10-ാമത്തെ അധ്യായത്തിൽ വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുക. മരിക്കുവാനായിട്ട് വന്ന. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവനെ പിടിച്ചു വയ്ക്കാൻ യേശു ആഗ്രഹിച്ചില്ല. സ്തോത്രം. അങ്ങനെ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ആ മരണത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് മരണം അനുഭവിച്ചു, അല്ലേ? ഹി എക്സ്പീരിയൻസ്ഡ് ഡെത്ത്. മരണം അനുഭവിച്ചു. മറ്റൊരു പ്രയോഗമാണ് മരണം ആസ്വദിച്ചു. സ്തോത്രം. ഹി ടേസ്റ്റഡ് ഡെത്ത്. ജീസസ് ടെസ്റ്റഡ് ഡെത്ത് ആൻഡ് ഓൾസോ ടേസ്റ്റഡ് ഡെത്ത്. എന്താ ഇതിൻ്റെ അർത്ഥം? യേശു മരണം അനുഭവിച്ചു. മരിച്ചു എന്ന് പറഞ്ഞാൽ തീരുമാനമല്ലോ. മരണം അനുഭവിച്ചു എന്ന് പ്രത്യേകിച്ച് എടുത്തെഴുതിയാൽ എന്താ അർത്ഥം? സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ? മരിച്ചു, മരണം അനുഭവിച്ചു.
മർത്യനല്ലാത്തത് കൊണ്ട്, മരണത്തിന് അധീനനല്ലാത്ത ദൈവമായത്. ഓക്കെ, പക്ഷെ ഇപ്പോൾ മരിക്കാവുന്ന ശരീരം എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സന്തോഷത്തോടെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സാധാരണ മനുഷ്യർ ഭയത്തോടും വെപ്രാളത്തോടും കൂടിയൊക്കെ മരിക്കുമ്പോൾ യേശുക്രിസ്തു സ്വയമേ ആസ്വദിച്ച് മരണം. നമുക്ക് ആ ആസ്വാദനവും ആ അനുഭവവും എന്ന പദം തന്നെയാണ് കുറെ കൂടെ നിർവചിച്ച് പറയേണ്ടത്. മരണത്തിന് അവന്റെ മേൽ അധികാരമില്ലാത്തതുകൊണ്ട്. മരണത്തിന് അധികാരം ഇല്ലാത്തത് കൊണ്ട് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നതിന് വേണ്ടിയോ ആ മരണം ആസ്വദിച്ചു. പിന്നെ നമുക്ക് ആ പദമാകണ്ടേ, ആസ്വദിച്ചു, അനുഭവിച്ചു. രണ്ട് പദങ്ങൾ ഫോർടേസ്റ്റ് അഥവാ രുചിച്ചു നോക്കി. എന്താ കുട്ടികൾ പറഞ്ഞേ? ഫോർടേസ്റ്റ് ചെയ്തെന്ന് അഥവാ രുചിച്ചു നോക്കിയെന്ന്. രുചിച്ചു നോക്കി. ആ രുചിയുടെ അകത്തേക്കാണ് നമുക്ക് അല്പം കൂടെ ഇറങ്ങേണ്ടത്. വരെ കോൺഷ്യസ് ആയിരുന്നു. കോൺഷ്യസ് ആയിരുന്നു. മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. മരണത്തിന്റെ അർത്ഥം Separation. സെപ്പറേഷൻ, വേർപാട്. മരണത്തിന്റെ ഏറ്റവും ലളിതമായ ഹ്രസ്വവുമായ അർത്ഥമാണ് വേർപാട്. ഡെത്ത്, തനാറ്റോസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ്. തനാറ്റോസ്, THANATOS, തനാറ്റോസ്. തനാറ്റോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഏറ്റവും ലളിതമായും ചുരുക്കമായും പറഞ്ഞാൽ സെപ്പറേഷൻ, വേർപാട്. ഇവിടെ വേർപാട് എന്ന് പറയുന്നത് ആർക്ക് ആരിൽ നിന്ന്, എന്തിന് എന്തിൽ നിന്നുള്ള വേർപാടാണെന്ന് നമുക്കറിയാമല്ലോ. മരണം എന്നതിൽ Separation from God. സെപ്പറേഷൻ ഫ്രം ഗാഡ്. സ്തോത്രം. ആ വേർപാടിൻ്റെ അനുഭവങ്ങൾ, ആ വേർപാടിൻ്റെ അവസ്ഥ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? നമുക്കാർക്കും അറിയത്തില്ല. കാരണം ഈ കൂട്ടത്തിൽ മരിച്ചവരാരും ഇരിപ്പില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ജീവനുള്ളവരായിരിക്കുന്നു. നമ്മളാരും മരിച്ചിട്ടില്ല. അതും പ്രത്യേകിച്ച് പാപത്തിൽ മരിച്ചിട്ടില്ല. പാപത്തിൽ മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മരണത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അറിയാൻ വയ്യ. പിന്നെ നമ്മൾ ഈ ഘോരഘോരമൊക്കെ പ്രസംഗിക്കുന്നത് ഒരു അറിവ് വെച്ചൊക്കെ അങ്ങ് പറയുക, അനുഭവം കൊണ്ടല്ല. ക്രൂശ് മരണത്തെക്കുറിച്ച് പോലും വിവരിക്കുന്ന നല്ല പ്രസംഗങ്ങളുമുണ്ട്. ഞാൻ ബൈബിൾ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചർച്ചിലിരുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ഇന്ന് ജീവനോടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ തന്നെ ഒരു 80 വയസ്സിന് മുകളിൽ കാണും പ്രായം. അദ്ദേഹം ഒരു കൊച്ച്
കൊച്ചു കൊച്ചു കൺവെൻഷനുകളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരല്പം വാചക ശൈലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, അക്കാലത്ത് വളരെ ജ്വലിച്ചു നിന്ന ഒരു കൺവെൻഷൻ പ്രസംഗകന്റെ യോഗത്തിൽ അദ്ദേഹം കേൾക്കാൻ പോയി. വളരെ വാഗ്ധോരണിയോടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ. അന്ന് അദ്ദേഹം പ്രസംഗിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. 2-3 ദിവസം അടുപ്പിച്ചാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ വലിയ വാഗ്മി, ഇലക്വൻ പ്രീച്ചർ ആയതുകൊണ്ട് കേൾക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പാസ്റ്ററും പോയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മറ്റിദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങോട്ട് വിവരിച്ചു പറഞ്ഞ് ഏറ്റവും ഒടുവിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അങ്ങോട്ട് വിവരിച്ചു. അങ്ങനെ അങ്ങോട്ട് വിവരിച്ച് യേശുക്രിസ്തുവിനെ ക്രൂശിൽ കയറ്റി അങ്ങനെ ഇട്ടിട്ട് അദ്ദേഹം പ്രസംഗം നിർത്തി. ഞങ്ങളുടെ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞത്, ഞാൻ ബൈസ്കൂളിൽ നിന്ന് പോയിട്ടില്ല, എന്ന പയ്യനാ, കൺവെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ മുഖ്യ പ്രസംഗകനെ ഇദ്ദേഹം വിളിച്ചു മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു എന്നാണ് അദ്ദേഹം എന്നോട് അറിയിച്ചത്, യേശുക്രിസ്തുവിനെ കുരിശിൽ തൂക്കിയിട്ടിട്ട് ഒരൊറ്റ കൺവെൻഷൻ പ്രസംഗം നിർത്തരുതെന്ന്. യേശുവിനെ ക്രൂശിക്കുന്നത് കൊണ്ട് കഥ കഴിയുന്നില്ല. ഇന്ന് പലരും, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പലരും അത്രയും കൊണ്ടങ്ങ് നിർത്തും. അല്ല, യേശു ഉയർത്തെഴുന്നേൽക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് നമുക്കിന്ന് പറയാനായിട്ട് സാധിക്കും, മരണത്തിൻ്റെ രുചി എന്താണെന്ന് യേശു രുചിച്ചു. മരണത്തിൻ്റെ രുചി എന്താണെന്ന് യേശു മാത്രമല്ല, യേശുവിന് മുമ്പ് ജീവിച്ചിരുന്നവരുമൊക്കെ രുചിച്ചു. പക്ഷേ അതിൻ്റെ രുചി പറയാനായിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആ രുചി പറയാനായിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആ ഒരു പോക്ക് അങ്ങനെ അങ്ങ് പോയി. കഥയാണെങ്കിലും കാര്യമുള്ളൊരു കഥ. കടലിന് എങ്ങനെ ഉപ്പുരസം ഉണ്ടായി? കുറെ കൂട്ടുകാരൊക്കെ കൂടി കടലിൻ്റെ ആഴം ഒന്ന് അളക്കണമെന്ന് ആഗ്രഹിച്ചു. എല്ലാവർക്കും അളക്കണം, ആർക്കും ഇറങ്ങാൻ വയ്യ താഴോട്ട്. ആരും ഇല്ലാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഉപ്പ് പറഞ്ഞെന്ന കഥ, നിങ്ങൾക്ക് ആർക്കും വയ്യായെങ്കിൽ പിന്നെ ഞാനൊന്ന് പോയി കടലിൻ്റെ ആഴം അന്വേഷിച്ചിട്ട് വരാമെന്ന്. അന്ന് പോയതാ. ആ പുള്ളി അങ്ങ് താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉപ്പില്ലാതെയായി. ഉപ്പിൻ്റെ അസ്തിത്വം ഇല്ലാതെയായി, കടലിൽ മുഴുവനും ലയിച്ചു. കഥയാണേ. ഇതുപോലെ ലോകത്തിൽ മരിച്ചിട്ടുള്ളവരാരും തന്നെ അതിൻ്റെ സ്വാദ് പറയാൻ തിരികെ വന്നിട്ടില്ല. എന്നാൽ യേശുവോ മരണം ആസ്വദിച്ചു. മരിച്ചു എന്ന് മാത്രമല്ല, യേശു മരണം മുഴുവനും അനുഭവിച്ചു. എന്നിട്ട് തിരികെ വരിക കൂടെ ചെയ്തു. സ്തോത്രം. ആ തിരികെ വന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് നോക്കാം. യേശു മരണം അനുഭവിച്ചു, ആസ്വദിച്ചു എന്ന് വെച്ചാൽ മരണത്തിനകത്തെ മുഴുവൻ അനുഭവങ്ങളും യേശു സ്വമേധയാ സ്വീകരിച്ചു, രുചിച്ചു നോക്കി. യേശു മരണത്തിൻ്റെ അകത്ത്, മരണം എന്ന ആ ഒരു എന്താണ് പറയുന്നത്, സംജ്ഞയ്ക്കകത്തുള്ള മുഴുവൻ അനുഭവങ്ങളും യേശു രുചിച്ചു നോക്കി.
സ്തോത്രം. നമുക്കാർക്കെങ്കിലും അറിയാമോ മരണം വേദനയാണോ അതോ സന്തോഷമാണോ? നമുക്കറിയത്തില്ല. എരിയാന്നോ പുളിയാന്നോ മധുരമാണോ അറിയത്തില്ല. എന്നാൽ നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും അങ്ങനെ ഒത്തിരി പേരൊക്കെ ഇത് അനുഭവിച്ചവരാണ്. പക്ഷെ അവർ പോയി, അവരും ഇതിൻ്റെ രുചി പറയാൻ വന്നിട്ടില്ല. എന്നാൽ യേശുവോ വ്യക്തിപരമായും അത് അനുഭവിച്ചു. He knows what death is by tasting it. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? യേശു മരണത്തിൻ്റെ പൂർണ്ണത മുഴുവനും അനുഭവിച്ചു തീർത്തു. വേർപാട് എന്ന പദം, സെപ്പറേഷൻ, തനാറ്റോസ്, യേശുക്രിസ്തു മരണം അനുഭവിച്ചപ്പോൾ യേശു ആരുടെ സ്ഥാനത്ത്, ആരുടെ ഷൂസിനകത്താ കയറി നിന്നത്? നമ്മുടെ. When Jesus went through the death, he got into human shoes. യേശു മരിച്ചപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. എന്താ നമ്മുടെ പേര്? മർത്യൻ. മർത്യൻ. 6-ാം വാക്യത്തിൽ നമ്മൾ നമ്മുടെ പേര് കണ്ടതാ. 2 പേരുകൾ അവിടെ ഉണ്ടായിരുന്നു, മർത്യനും മനുഷ്യപുത്രനും. മർത്യന്റെ അർത്ഥം നമ്മൾ അന്ന് കണ്ടിരുന്നു, മരണത്തിന് അധീനനായവൻ, മരണത്തിന് വിധിക്കപ്പെട്ടവൻ, മരണത്തിന് അടിമയായവൻ, മർത്യൻ. സ്തോത്രം. വെൽക്കം ടു ദാറ്റ്. മരണത്തിന് അധീനനായവൻ, മർത്യൻ. യേശു ജഡം സ്വീകരിക്കുന്നതിന് മുമ്പ് തൻ്റെ ദൈവത്വത്തിൽ മരണത്തിന് അധീനനല്ല. നിങ്ങളിൽ ആരോ ഒരാൾ പറഞ്ഞതുപോലെ അമർത്യനാണ്, മരിപ്പാൻ കഴിയാത്തവനാണ്. പക്ഷേ യേശു ജഡം സ്വീകരിച്ചതോടുകൂടെ എന്തായി? മർത്യന്റെ അതേ ഭാവത്തിലായി. അതുകൊണ്ടാണ് നമ്മൾ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും ദൈവകൃപയാൽ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ യേശു. സ്തോത്രം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവനായ യേശു. അപ്പോൾ യേശു മർത്യനായിട്ട്, ദൂതന്മാരെക്കാൾ അല്പമാത്രം താഴ്ച വന്നവനായിട്ട് ഈ ഭൂമിയിൽ വന്നു മരിക്കുവാൻ, സ്വന്തം ദേഹത്തിൽ മരണത്തെ വഹിക്കുവാനായിട്ട് യേശു വന്നേ. മരണത്തിനകത്ത് ഈ ഒരു അനുഭവമുണ്ട്. ഏതനുഭവം? വേർപാടിൻ്റെ അനുഭവം. ഇതിനോട് ചേർത്ത് ഒരു കാര്യവും കൂടെ നമുക്കങ്ങ് പറഞ്ഞു പോകാം. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തുവിൻ്റെ
ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രാവചനിക അധ്യായങ്ങളുണ്ട്. അറിയാമായിരിക്കുമല്ലോ. യെശയ്യാവ് 53. ഏതായാലും യെശയ്യാ 53 നമുക്കറിയാം. മറ്റൊരു അധ്യായം എന്ന് പറയുന്നതിനേക്കാൾ സങ്കീർത്തനം. അതെ, സങ്കീർത്തനം 22 22ാമത്തെ സങ്കീർത്തനം. എന്തു മനോഹരമായിട്ടാ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെയും യേശുക്രിസ്തുവിൻ്റെ മഹത്വീകരണത്തെയും ആ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിലേറ്റവും 1-ാമത്തെ വാക്യം നമുക്കറിയാം. സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ നീ കൈവിട്ടത്. എന്നെ കൈവിട്ടതെന്ത്. സ്തോത്രം. നമുക്കറിയാമല്ലോ, അരാമ്യ ഭാഷയിൽ ഉള്ളതാണ് നമ്മൾ വായിക്കാറുള്ളത് ഏലി ഏലി ലമ ശബക്തനി. അരാമ്യ ഭാഷയിൽ പറഞ്ഞത്. അത് കേട്ടോണ്ട ഏലി എന്ന് കേട്ടോണ്ട അത് യേശു ഏലിയാവെ വിളിക്കുകയാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത്. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം ഏലിയാവ് വരുമോ എന്ന്. ഏലി ഏലി. ഏലിയാമ്മ എന്ന നമ്മുടെ അമ്മച്ചിമാരുടെ പേര് നമ്മുടെ അപ്പച്ചന്മാർ സ്നേഹത്തോടെ സ്വന്തം ഭാര്യയെ ഏലി എന്ന് വിളിക്കുമായിരുന്നത് പോലെ ഏലിയാവിനെ യേശു വിളിച്ചെന്ന കേട്ടവർക്ക് തോന്നിയത്. ഏലി ഏലി ലമ ശബക്തനി. സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. സ്തോത്രം. ആര് നിലവിളിച്ചതാ ഇത്? ഓടി വരുമല്ലോ. യേശുവിലുള്ള മനുഷ്യൻ. വെരി ഗുഡ്. യേശുക്രിസ്തുവിലെ മനുഷ്യനാണ് ഈ നിലവിളിച്ചത്. കുറച്ചുകൂടെ പറഞ്ഞാൽ യേശു അവിടെ പൂർണ്ണ മനുഷ്യനായിട്ട് വെളിപ്പെടുകയാണ്. സ്തോത്രം. നമുക്കറിയാം, യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ഈ ഒരു ഭാഗമൊഴികെ എല്ലായിടത്തും പിതാവ് എന്ന നിലയിലാണ് സംബോധന ചെയ്തിട്ടുള്ളത്. പിതാവ്. സ്തോത്രം. എന്നാൽ ഇവിടെ വിളിക്കുന്നതോ പിതാവേ എന്നല്ല, ദൈവമേ. സ്തോത്രം. ദൈവമേ എന്ന് വെച്ചാൽ മനുഷ്യജാതിയുടെ മുഴുവനും കൂടെ നിലവിളിയാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. ദിഗന്ധങ്ങളെ പൊട്ടിച്ചു കളയുമാറ്. സ്തോത്രം. പ്രകമ്പനം കൊള്ളിക്കും പോലെ യേശുക്രിസ്തുവിന്റെ നിലവിളിയാണ്. ഇത് കേട്ടിട്ട് ചിലർ യേശുക്രിസ്തുവിന്റെ ദൈവത്വ നിഷേധികൾ ചോദിക്കാറുണ്ട്, ആഹാ, ദൈവം ദൈവത്തെ കൈവിടുമോ? തൃത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ കാണുമല്ലോ. ഒരു നിത്യനായ ദൈവത്വത്തിൽ അതേ പൂർണ്ണതയുള്ള 3 ആളുകൾ, 3 വ്യക്തികൾ. സ്തോത്രം.
അങ്ങനെ ആ രണ്ടാമത്തെ വ്യക്തി, രണ്ടാമത്തെ വ്യക്തി, പരിശുദ്ധ തൃത്വത്തിനിടയിൽ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ എന്നൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. എന്തെങ്കിലും പ്രയാസം തോന്നുന്നെങ്കിൽ ആ പദം പ്രയോഗിക്കണ്ട. സ്തോത്രം. തൃത്വത്തിൽ രണ്ടാമനെന്നും മൂന്നാമനെന്നുമൊക്കെ നമ്മൾ പറയുന്ന ആ പ്രയോഗം വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. തൃത്വം എന്നുള്ളതല്ല ഈ രണ്ടാമൻ ഒന്നാമൻ എന്നൊന്നും. പരിശുദ്ധ തൃത്വത്തിനകത്ത് 1, 2, 3 സ്ഥാനങ്ങൾ ഇല്ല. സ്തോത്രം. 1, 2, 3 സ്ഥാനങ്ങളില്ല. അപ്പൊ അത് വെച്ചാണ് പലരും ചോദിക്കുന്നത്, ദൈവം ദൈവത്തെ കൈവിടുമോ? പോട്ടെ, അതിപ്പോൾ നമ്മുടെ വിഷയമല്ല. യേശു അവിടെ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലാണ് അങ്ങനെ ചെയ്തത്. ആ സമയത്ത് യേശു പൂർണ്ണ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുകയാണ്. പൂർണ്ണ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ നിലവിളിയാണ് യേശു നമുക്ക് പകരമായി അവിടെ വിളിച്ചു കൂവി പറഞ്ഞത്. കാരണം യേശു ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, പിതാവേ എന്ന് വിളിച്ചിട്ടുള്ളൂ. ദൈവമേ എന്ന് ദൈവത്തെ സംബോധന ചെയ്യുന്നത് നാം മാത്രമാണ്. സ്തോത്രം. നാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രം. ദൈവത്തെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത് മനുഷ്യൻ മാത്രം. ഇവിടെ യേശു ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൻ നമ്മുടെ പകരക്കാരനായി വെളിപ്പെടുത്തുകയാണ് അവിടെ. സ്തോത്രം. നീ എന്നെ കൈവിട്ടതെന്ത്? സ്തോത്രം. അടുത്ത വാചകമോ? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതും എന്ത്? അകന്നു നിൽക്കുന്നതുമെന്ത്? അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിലവിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയാനായിട്ട് പറ്റും. സ്തോത്രം. He went through the experiences of God separated from God. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ഉണ്ടാകുന്ന ശൂന്യതാബോധം. സ്തോത്രം. അത് യേശുക്രിസ്തു അനുഭവിച്ചു, ആസ്വദിച്ചു. എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാപി തൻ്റെ പാപം നിമിത്തം മരിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന സകല അനുഭവങ്ങളും യേശു സഹിച്ചു, അനുഭവിച്ചു. മനസ്സിലായോ? ജീസസ് tasted all the experiences, the very horror of being separated from God. ഒരു പാപി മരിച്ചാൽ അവന് അനുഭവവേദ്യമാകുന്ന എല്ലാ മരണത്തിൻ്റെ അനുഭവങ്ങളും ആരനുഭവിച്ചു? ക്രിസ്തു. നേരം ഒരു പാവി മരിക്കുമ്പം ഇതെല്ലാം അവന് അനുഭവപ്പെടുമോ? അതെ. അതാണ് നമ്മൾ പണ്ടുമൊരിക്കൽ ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു. We cannot
understand what Jesus went through on the cross. കുറഞ്ഞപക്ഷം ഗെതസമനയിൽ യേശു പ്രാർത്ഥിക്കാൻ പോയതിന് തൊട്ട് മുൻപ് മുതൽ, അന്ത്യ അത്താഴത്തിൻ്റെ സമയം മുതൽ, ക്രൂശിൽ യേശു പ്രാണനെ വിടുന്നത് വരെയുള്ള സന്ദർഭങ്ങളിൽ യേശു അനുഭവിച്ചതിനെ കുറിച്ച് നമുക്ക് വിവരിക്കുവാൻ സാധ്യമല്ല. വിവരിക്കുന്നത് പോകട്ടെ, നമുക്ക് ചിന്തിക്കാനും ഗ്രഹിക്കുവാനും കഴിയില്ല. നമ്മൾ ചിലപ്പോൾ നോക്കുമ്പം നഗ്നനായി, ഞാനും പ്രസംഗിക്കാറുണ്ട്, നഗ്നനായി 10-33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്, അമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ കുരിശിലേറ്റപ്പെടുന്നു. ക്രൂശിൽ നിന്നും ശവശരീരം ഇറക്കിയതിന് ശേഷമാണ് ശീലകൾ ചുറ്റി യേശുവിൻ്റെ ശരീരം മറവ് ചെയ്തത്. സ്തോത്രം. എന്നാൽ അതിനു മുമ്പ് ചാട്ടവാറടി ഏൽക്കുന്ന സമയം മുതൽ യേശു നഗ്നന. അടിച്ച് ഒരു പരുവാക്കി കഴിഞ്ഞിട്ട് യേശുവിനെ രക്താംബരം ധരിപ്പിച്ചു എന്നുണ്ട്. അത് കഴിഞ്ഞ് സ്തോത്രം ആ വസ്ത്രം ഒക്കെ ഉരിഞ്ഞു മാറ്റി നഗ്നനായിട്ട് കൊണ്ടുപോയി. നമ്മളിതൊക്കെ പറയും, നഗ്നതയേറ്റു. ചിലപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് ഇടറിക്കാനും കൂടെ ഒക്കെ കഴിഞ്ഞാൽ കേൾവിക്കാരിൽ ഒരു ഭയങ്കര എന്താണ് പറയുന്നത്, ഒരു വലിയ തരംഗം ഉണ്ടാക്കും. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന, നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ഭയാനകതയല്ല യേശു അനുഭവിച്ചത്. അതിൻ്റെ തീവ്രത നമുക്ക് ഗെത്സമനയിൽ കാണാം. ജീസസ് വാസ് വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. He was very much agonizing. സ്തോത്രം. അതിൽ കൂടെ ഉണ്ടല്ലോ. ഗെത്സമന മുതൽക്ക് യേശു അനുഭവിച്ച പങ്കപ്പാടുകൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനൊക്കെ ഒത്തിരി അപ്പുറത്താ. സ്തോത്രം. നമ്മൾ കാണുന്നത് ഈ 5-6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതും ഓക്സിജന് വേണ്ടി പടയുന്നതും ഒക്കെയാ. നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് യേശുവിൻ്റെ മുഖത്തും ദേഹത്തും ഒക്കെ ആൾക്കാർ തുപ്പുന്നു, ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. എന്നല്ല, in the spiritual world something else was going on which is quite difficult for us to understand. ആത്മലോകത്ത് മറ്റെന്തൊക്കെയോ നടക്കുകയായിരുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ. ആ അനുഭവങ്ങളും മുഴുവനും ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണേ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും നമുക്ക് കാണാൻ കഴിയുന്നതിലും ഒക്കെ അതിഭീകരമായ അനുഭവങ്ങളിലൂടെയാണ് യേശു ക്രൂശിൽ കടന്നുപോയത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. അവയെ മുഴുവനും കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരിക്കുന്ന 2 പ്രയോഗങ്ങളാണ് യേശു മരണം അനുഭവിച്ചു, യേശു മരണം ആസ്വദിച്ചു. സ്തോത്രം. He himself
got into the very shoes of a sinner, a pathetic sinner. സ്തോത്രം. അതെ, നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ വേദനകളും ഏകാന്തതകളും വ്യഥകളുമൊക്കെയാണ് യേശു അനുഭവിച്ചത്. ടേസ്റ്റ് ചെയ്യുക, രുചിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നാക്കിലോട്ട് അങ്ങോട്ട് ഏത് സാധനമായാലും ഇട്ടിട്ട് നമ്മുടെ നാക്കിൽ എവിടെയൊക്കെയോ ആണ് ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. ചുരുക്കം ചിലർക്കേ ഉള്ളൂ പെട്ടെന്ന് എന്തിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. മറ്റു ചിലരാണെങ്കിൽ നാക്കയിലിട്ടിട്ട് കണ്ടില്ലേ, ഒറ്റ നമ്മുടെ സഹോദരിമാര്, നമ്മുടെ അമ്മമാര്, നമ്മുടെ പെങ്ങന്മാരൊക്കെ കറിക്ക് ഉപ്പ് നോക്കാറുണ്ടല്ലോ. ഒരു തുള്ളി അല്ലെ 2 തുള്ളി കൈവെള്ളയിലിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നക്കി നോക്കും. ചുമ്മാ നക്കിട്ട് ഉടനെ പറയത്തില്ല, നക്കിട്ട് അവരെ നോക്കുക. ആ ടേസ്റ്റ് പുളിയാണോ എരിയാണോ ഉപ്പാണോ ഇതൊക്കെ നാക്കിൻ്റെ പല സ്ഥലങ്ങളിലാണ് അതിൻ്റെ ആ ബഡ്സ് നിൽക്കുന്നത്. അവിടങ്ങളിലേക്കൊക്കെ എത്തിച്ച ഒന്ന് നോക്കുക. ചുമ്മാ കണ്ടിട്ടോ ഒരു നക്കിട്ടോ അല്ല പറയുന്നത്. ചിലപ്പം ഉണ്ടാക്കുന്നവർ പിന്നെ ചോദിക്കും, എന്താ അതിൽ കുറവുണ്ടോ? അന്നേരം ഒന്നും കൂടെ ഒന്ന് രുചിക്കുന്നതായിട്ട് കാണിച്ചിട്ട് നമ്മൾ ഉത്തരം പറയും. യേശു ഇതുപോലെ തന്നെ മരണം എന്ത് ചെയ്തു? ആസ്വദിച്ചു. ഏത് മരണം? പാപത്തിൻ്റെ ശമ്പളമായ മരണം. കാരണം യേശു നമുക്ക് വേണ്ടി എന്താക്കപ്പെട്ടു? നമുക്കറിയാമല്ലോ, പാപമോ പാപിയോ? പാപം ആക്കപ്പെട്ടു. പാപമാക്കപ്പെട്ടു. സ്തോത്രം. പിന്നെ അവൻ നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 5:21 യേശു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടതിനെ പറ്റി. സ്തോത്രം. ഗലാത്യർ 3-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. അപ്പോൾ നമുക്ക് വേണ്ടി പാപവും ശാപവുമായി തീർന്ന യേശു. സ്തോത്രം. ഒരു പാപി മരിക്കുമ്പോൾ ഏതെല്ലാം ഭയാനകത്വത്തിലൂടെ പോകണമോ അത് മുഴുവനും അനുഭവിച്ചവൻ. വെറുതെ അനുഭവിക്കുക മാത്രമായിരുന്നില്ല, പിന്നെ സ്തോത്രം, പിന്നെ ആസ്വദിക്കായിരുന്നു. സ്തോത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിലെ യേശുവായിട്ട് വേഷമിട്ട മനുഷ്യൻ. നമുക്കറിയാമല്ലോ, ഈ സിനിമയിലൊക്കെയുള്ള അടിയും ഇടിയെല്ലാം ക്യാമറയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെന്ന്. ഇപ്പോഴെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളൂ. അപ്പം ഈ പാപിയായ മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ അനുഭവങ്ങളിലൂടെയും യേശു കടന്നുപോയി. യേശു അത് അനുഭവിച്ചു, ആസ്വദിച്ചു. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ യേശുവായിട്ട് വേഷമിട്ട മനുഷ്യൻ
ദേഹം മുഴുവനും ചാട്ടവാറടി ഏൽക്കുന്നതും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ അടിയൊന്നും ആ മനുഷ്യനെ ഏൽക്കുന്നതല്ല. അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ്സ് ആണെന്ന് നമുക്കറിയാം. ഇന്നത്തെ സമയത്ത് അതിനൊന്നും വലിയ കാര്യമില്ല, വലിയ പ്രയാസമുള്ള കാര്യമല്ല. അക്കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ചാട്ടവാറ അടിക്കണമല്ലോ, ചാട്ടവാറ അടിക്കുന്നതും ഒക്കെ ശരിയാ, പക്ഷെ അതൊന്നും ആ മനുഷ്യന്റെ ദേഹത്ത് കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അങ്ങനെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരടിയോ മറ്റോ അദ്ദേഹത്തിന്റെ ശരീരത്ത് കൊണ്ടുപോലും മണിക്കൂറുകളോളം തനിക്ക് ബോധരഹിത അവസ്ഥ ഉണ്ടായി തന്നെ ആശുപത്രിയിലാക്കി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. സ്തോത്രം. ഒരു അടി, ഒരു ചാട്ട ദേഹത്തു കൊണ്ടെങ്കിൽ, അത് ഇത്രയ്ക്കും വേദനാജനകമാണെങ്കിൽ, യേശുക്രിസ്തു അടിയേറ്റത് മാത്രമല്ല, സ്തോത്രം, ക്രിസ്തു അടിയേറ്റത് മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തിന് അപ്പുറത്ത്, ഒരുപക്ഷെ നിത്യത കൊണ്ടുപോലും മുഴുവനും അറിഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ യേശു ആ കാര്യങ്ങൾ അനുഭവിച്ചു. അതും ദുഃഖത്തോടെയല്ല, നിരാശയോടെയല്ല, പിറുപിറുപ്പോടെയല്ല. എബ്രായ ലേഖനം 12 കാണുന്നത് പോലെ സന്തോഷത്തോടെ സഹിച്ചു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോഴാണ് ആസ്വാദനം വരുന്നത്. ഒന്ന് അനുഭവിച്ചു എന്നുള്ളത്, അത് ആനന്ദത്തോടെ സ്വമേധയാ, വോളണ്ടിയർലി, സ്വമേധയാ അനുഭവിച്ചു എന്ന് വരുമ്പോഴാണ് അത് ആസ്വാദനമാകുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പീൻസിൽ ഇന്നത്തെ പോലെയുള്ള ഒരു ദുഃഖവെള്ളിയാഴ്ച ഒരു മനുഷ്യൻ വിചാരിച്ചു യേശുവിനെ പോലെ അയാൾക്ക് ഒന്ന് ക്രൂശിക്കപ്പെടണമെന്ന്. അവിടെയൊക്കെ നടക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അയാൾ നിർബന്ധിച്ച് പറഞ്ഞു, എന്നെ യേശുവിനെ പോലെ ഒന്ന് ക്രൂശിക്കണമെന്ന്. ദൈവത്തിൻ്റെ ക്രോധമൊന്നും അങ്ങയുടെ മേൽ പകരപ്പെടുന്നൊന്നുമില്ല, ക്രൂശീകരണം മാത്രം. എന്നാൽ ആകട്ടെ എന്നും പറഞ്ഞ് അയാളെ കുരിശിന്മേൽ കിടത്തി ആണി ഒന്നടിക്കാൻ അങ്ങോട്ട് വെച്ചു. ഒരടി കഷ്ടിച്ചടിച്ചെന്നാ പറയുന്നേ. ആഴ്ന്നിറങ്ങിയൊന്നുമില്ല, തടിയൽ കൊണ്ടൊന്നുമില്ല. മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് ഓടിയ ഓട്ടത്തിന് കണക്കില്ലെന്നാ പറയുന്നേ. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, ഈ കോഴിയെ ചിലര് നമ്മുടെ നാട്ടിൽ കൊല്ലാറുണ്ടല്ലോ. നാടൻ വീട്ടിലെ കോഴിയെ കൊല്ലും, പ്രത്യേകിച്ച് ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കൊല്ലുമായിരുന്നു. അങ്ങനെ ഒരാൾ അത്ര വലിയ ധൈര്യമൊന്നും ഇല്ലാത്ത ആൾ ധൈര്യമൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് കോഴിയെ, നാടൻ കോഴിയെ, ബ്രോയിലറും അല്ല, നാടൻ കോഴിയെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് പിടിച്ചു. കാലും ചിറകും ഒക്കെ ചവിട്ടിപ്പിടിച്ച് അതിൻ്റെ കഴുത്തും പിടിച്ച് പതിയൊന്ന് വരഞ്ഞു. ഇപ്പോൾ കോഴി മരണവെപ്രാളം എടുത്തു ചോര പൊടിക്കുന്നതും കൂടെ കണ്ടപ്പോഴത്തേക്കിനും ഈ മനുഷ്യൻ്റെ ധൈര്യമൊക്കെ പോയി. കത്തി ഒരിടത്ത്, കോഴി ഒരിടത്ത്. കോഴി ആ പകുതി കണ്ടിച്ച തലയും ഈ കഴുത്തുമായിട്ട് നാട് മുഴുവനും ഓടിയെന്ന് കേട്ടിട്ടുണ്ട്.
ഇനി അതിൻ്റെ കഴുത്ത് വെട്ടി മുറിച്ചു മാറ്റിയാൽ പോലും കുറെ നേരം ഇത് ഓടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വിട്ടാൽ ഈ പറഞ്ഞതുപോലെ ഈ കഴുത്ത് കണ്ടിച്ചു വിട്ട കോഴിയുടെ കൂട്ട് ഈ ഒരല്പം ആണിയുടെ അടി കൊണ്ട ഈ മനുഷ്യൻ ഓടിയത്രേ. അയ്യോ, ഈ മരണം ആസ്വദിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. സ്തോത്രം. അപ്പം നമ്മൾ വിചാരിക്കും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ചൊക്കെ ഈ പ്രസംഗകർ ക്രിസ്ത്യാനികൾ ഇത്ര ഗംഭീരമായിട്ടും ഭയങ്കരമായിട്ടും ഒക്കെ അവതരിപ്പിക്കും. പക്ഷേ കൂടെ 2 പുള്ളികളെ ക്രൂശിച്ചിരുന്നല്ലോ. ഇവരവിടെ കിടന്നുകൊണ്ട് സംസാരിക്കുക, അവര് ക്രൂശിൽ കിടന്നുകൊണ്ട് സംസാരിക്കുക. അവർക്ക് അത്ര വലിയ പ്രയാസമൊന്നും തോന്നുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശിന് മാത്രം എന്താ ഇത്ര വലിയ പ്രാധാന്യവും ആ കഷ്ടതയും? അത് കേവലം ക്രൂശീകരണത്തിൻ്റെ ഒരു കഷ്ടത മാത്രമല്ല, അതവിടെ ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല, പകരം പാപത്തിൻ്റെ ശിക്ഷ ഏൽക്കുന്ന ഒരു പാപിയുടെ ഭീകരാവസ്ഥയാണ് യേശുവിൻ്റെ ക്രൂശിനെ ഏറ്റവും ഭീകരമാക്കുന്നത്. നോട്ട് ദ നോർമൽ ക്രൂസിഫിക്ഷൻ പ്രോസസ്, നോട്ട് എ മിയർ horror of the cross. What makes the cross of Christ very unique and his crucifixion very special. But along with those horrors of the crucifixion, Jesus went through the very agony of a sinner who dies without salvation, without forgiveness of sins. സാധാരണ ക്രൂശിക്കപ്പെടുന്നവർ ക്രൂശിൽ അനുഭവിക്കുന്ന ഒരു അതിഭയങ്കരമായ വ്യഥയുണ്ട്. അത് ഈ കള്ളന്മാരും അനുഭവിച്ചതാ. യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും, ഒരുപക്ഷെ പിൽക്കാലത്ത് പത്രോസും അനുഭവിച്ചതാ. ചിലപ്പോൾ പാരമ്പര്യം പറയുന്നതനുസരിച്ച് യേശുവിനേക്കാൾ ക്രൂശിൽ കഷ്ടം അനുഭവിച്ചത് പത്രോസാകാം. ആ പ്രായത്തിൽ തല കീഴായി ക്രൂശിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ അറിയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാധാരണ ക്രൂശുമരണത്തിൻ്റെ ഭീകരത്വത്തെക്കാൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ വളരെ വ്യത്യസ്തമാക്കുന്നത് യേശു നമുക്ക് കാണാൻ കഴിയാത്ത ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതാണ്. അത് ദൈവത്തോട് പാപം ചെയ്തു പോയ മനുഷ്യന്റെ മേൽ വരുന്ന ദൈവ ക്രോധത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പകർച്ചയാണ്. An uncompromising pouring out of the righteous wrath of God. അത് മുഴുവനും യേശു അനുഭവിച്ചു. സ്തോത്രം. അതും സന്തോഷത്തോടെ, പിറുപിറുത്തുകൊണ്ടല്ല. കാരണം ആ ക്രൂശിനപ്പുറത്ത് നമ്മുടെ കർത്താവ് തേജസ്സണിഞ്ഞവരായി നാം നിൽക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം മഹിമാസന്നിധിയിലേക്ക് മാർച്ച് ചെയ്ത് അടിവെച്ച് പോകുന്നത് നമ്മുടെ കർത്താവ് കണ്ടു. സ്തോത്രം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷത്തിൽ ഒരു സ്ത്രീ അവളുടെ പ്രസവ വേദനയൊക്കെ സഹിക്കുന്നത് പോലെയും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്ന മാത്രയിൽ അവളുടെ വേദന മറക്കുന്നത് പോലെയും
ആ ഉദാഹരണം പര്യാപ്തമല്ല, പക്ഷെ അത് നമുക്കിപ്പോൾ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, സ്തോത്രം, പാപം നിമിത്തം മരണത്തിന് അധീനപ്പെട്ടു പോയ മനുഷ്യനെ തൻ്റെ ശിക്ഷകളെല്ലാം ഏറ്റ്, സ്തോത്രം, ദൈവഭവനത്തിലേക്ക് വേദനയോടെ പ്രസവിച്ചിട്ട ഒരു പ്രസവശാലയാണ് കാൽവറി കുരിശെന്ന്. ആ വേദനയാണ് യേശു അനുഭവിച്ചത്. ആ അനുഭവം സന്തോഷത്തോടെ താൻ അനുഭവിച്ചപ്പോൾ അത് ആസ്വാദനമായി. സ്തോത്രം. ഒരു ചോദ്യം വന്നിരുന്നു, സ്തോത്രം, മരിച്ചവരാരും തിരികെ വന്നിട്ടില്ല, നമ്മളോട് അവിടുത്തെ അനുഭവങ്ങൾ പറയാൻ എന്ന് പറഞ്ഞതിൽ നിന്ന് ഉണ്ടായൊരു ചോദ്യം. അപ്പോൾ സ്വർഗത്തിൽ പോയെന്നും നരകത്തിൽ പോയെന്നും മരിച്ചിട്ട് ഇന്നതുപോലെയൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായി എന്നും പറയുന്നവരെക്കുറിച്ച് എന്താണ് നാം ചിന്തിക്കേണ്ടതെന്ന്. സ്തോത്രം. ധാരാളം പേർ അങ്ങനെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മരിച്ച ശരീരത്തിൽ നിന്നും ചിലർ ഒന്ന് മാറിപ്പോയി, എന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഏതായാലും ആ അനുഭവങ്ങളെ നിഷേധിക്കുന്നില്ല. ചിലരൊക്കെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വരെ പ്രസന്റ് ചെയ്യാറുണ്ട്, അപകടം സംഭവിച്ചോ അങ്ങനെയോ ഒക്കെ മരിച്ചു എന്നും പറഞ്ഞ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ മരിച്ചിട്ടുള്ള ചിലർ ഇങ്ങനെയൊന്നുള്ള യാതൊരു അനുഭവങ്ങളും ഇല്ലാത്തവരുമുണ്ട്. ഒരു കോഴിക്കോട്ടുകാരൻ ഇക്ക ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നാട്ടിൽ നിന്ന് പൂനെയിലേക്കോ മുംബൈയിലേക്കോ ബസ്സിന് കയറി വരുന്ന സമയത്ത് കർണാടകയിൽ വെച്ച് ബസ് ആക്സിഡൻ്റായി ഇദ്ദേഹം മരിച്ചു. മരിച്ച് ഇദ്ദേഹത്തെ മോർച്ചറിയിലേക്ക് മാറ്റി. 1-2 ദിവസം മറ്റോ മോർച്ചറിയിലിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ശവം കൊണ്ടുപോകാൻ വേണ്ടി ആള് വന്നപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഈ ബോഡി എടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടുപിടിക്ക് തലയ്ക്കടിച്ച്, തല ഒക്കെ മാറ്റുമല്ലോ, സ്കള്ളൊക്കെ, ആ അടി ഏതായാലും അദ്ദേഹത്തിന് ഏറ്റു. അടി ഏറ്റതോടുകൂടെ പുള്ളി ജീവിച്ചെഴുന്നേറ്റു. ഈ കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചത്. യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, പത്രങ്ങളിലൊക്കെ വന്നതാ, യൂട്യൂബിൽ കിടപ്പുണ്ട്, അടിച്ചു നോക്കിയാൽ മതി. പക്ഷേ അയാൾ അത് കഴിഞ്ഞിട്ട് വർഷങ്ങളോളം ജീവിച്ച് കഴിഞ്ഞിടയ്ക്കാണ് മരിച്ചത്. അതുപോലെ യഥാർത്ഥത്തിൽ മോർച്ചറിയിൽ ദിവസങ്ങളോളം ഇരുന്നതിന് ശേഷം ജീവിച്ചെഴുന്നേറ്റ് വന്നവരാരും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും ആ അനുഭവങ്ങളെ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ബോഡി എവിടെ കിടക്കുന്നു, ഞാൻ അതിന് മുകളിൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്നു, എൻ്റെ ഭാര്യ കരയുന്നു, എൻ്റെ മക്കൾ കരയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെ അവരുടെ അനുഭവം എന്ന നിലയിൽ നിഷേധിക്കാൻ ഒരുക്കപ്പെടുന്നില്ല. അതേസമയം സ്വർഗത്തിൽ പോയി നരകത്തിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടു എന്നൊക്കെ പറയുന്നതിനെ ഞാൻ നഖശിഖാന്തം എതിർക്കുന്നു. കാരണം ഞാൻ കേട്ടിട്ടുള്ള എല്ലാവരുടെയും ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ ചിലരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. CD, കാസറ്റ്, പിന്നെ യൂട്യൂബിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഒരു പെങ്കൊച്ച് സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയ പുസ്തകം ഞാൻ മൊത്തം വായിച്ച് ആ കുട്ടിയെ ഒന്ന് നേരിൽ കിട്ടിയാൽ ചോദിക്കാൻ കുറെ ചോദ്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ ചില കാര്യങ്ങളാണ് ഞാൻ ചില സമയത്ത് നമ്മുടെ ഇടയിലും പറഞ്ഞിട്ടുള്ളത്. ആ കൊച്ച അവിടെ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ അത് കല്യാണമൊക്കെ കഴിച്ച് അങ്ങാണ്ട് ജീവിക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല. മറ്റു പല കഥകളും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട്.
അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ പുസ്തകം ഞാൻ വായിച്ചതാണ്. അത് ഞാൻ വായിച്ച ഒരു കാര്യം, യേശു കർത്താവ് ഈ പെങ്കുച്ചിനെയും കൊണ്ട് സ്വർഗമൊക്കെ ഒന്ന് കാണിക്കാൻ പോയ, സ്വർഗത്തിൻ്റെ ടൂറ് പോയതാ. അങ്ങനെ പോയി പളുങ്ക് നദിയുടെ അരികിൽ ഈ കൊച്ചിനെ ഇരുത്തിയിട്ട്, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പോകത്തില്ലേ, മോനെ ഇവിടെ ഇരിക്കുക പപ്പ ഇപ്പം വരാമെന്നും പറഞ്ഞ്, അങ്ങനെ ഈ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് യേശു എങ്ങാണ്ട് പോയിട്ട് യേശു തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വാ മോളെ പോകാമെന്ന്. ഈ കൊച്ചു പോകുന്നില്ല, ഈ കൊച്ചു അവിടെ തന്നെ ഇരിക്കുക. യേശു കർത്താവ് കുറച്ച് മുമ്പോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നു. ഈ കൊച്ചു ഇവിടെ തന്നെ ഇരിക്കുകയായതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ ഈ കൊച്ചി പളുങ്ക് നദിക്കകത്തല്ലേ, കടലിനകത്ത് പലതരം ഈ കളർ ആയിട്ടുള്ള വർണ്ണ മത്സ്യങ്ങൾ ഇങ്ങനെ തത്തിക്കളിക്കുന്നു. അതിനെ നോക്കി മനോഹാരിതയോടിരിക്കുക. എൻ്റെ ഒരു ചോദ്യം, യേശു ഇങ്ങനെ ഒരാളിനെ ഒറ്റയ്ക്കിരുത്തിയിട്ട് എവിടെയെങ്കിലും സ്വർഗത്തിൽ മറഞ്ഞു പോകാൻ പറ്റുമോ? ബൈബിളിലെ യേശു അങ്ങനെ ചെയ്യുമോ? 2, യേശുവിൻ്റെ സാന്നിധ്യത്തെക്കാൾ മനോഹരമാണോ ഇനി അവിടെ മീനുണ്ടെങ്കിൽ ഈ വർണ്ണമത്സ്യങ്ങൾ തന്നെ? മീനുണ്ടോ എന്നുള്ളത് പോട്ടെ, ഉണ്ടെന്നെങ്കിൽ വെച്ചോ. ഉണ്ടെങ്കിൽ പോലും യേശുവിൻ്റെ സൗന്ദര്യത്തെക്കാൾ ആകർഷണീയമാണോ ഇത്? കർത്താവ് വിളിച്ചാൽ പോലും പോകാതെ മീനിനെ നോക്കിക്കൊണ്ടിരിക്കാൻ സ്വർഗത്തിൽ പോകുന്ന ഒരാൾക്ക് പറ്റുമോ? അത് ബൈബിള് പറയുന്ന സ്വർഗമാണോ? അത് കഴിഞ്ഞ് പാവം, ഞാനങ്ങ് വിളിക്കുക പാവം എന്ന്, പാവം യേശു തിരിച്ചു വന്നു. ഈ കൊച്ചിനെ കൊണ്ട് വന്നതല്ലേ, ഒരു പെങ്കൊച്ചിനെ കൊണ്ട് വന്നല്ലേ, തിരിച്ചു കൊണ്ട് കൊടുക്കണ്ടേ? ഇനി തിരിച്ചു വന്നു, വാ മോളെ പോകാം. ഇവള് പോകത്തില്ല, ഇവൾ അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ കർത്താവ് ചോദിച്ചു, എന്താ നിനക്കതിലൊന്നിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ യേശു കർത്താവ് ഒരു ചെറിയ നെറ്റ്, നമ്മുടെ ഈ തേയിലയൊക്കെ അരിക്കുന്ന അരിപ്പ പോലത്തെ ഒരു നെറ്റിട്ട് അതിലൊരെണ്ണത്തിനെ പിടിച്ച് ഗ്രില്ല് ചെയ്ത് കൊടുത്തെന്ന്. അപ്പോൾ സ്വർഗത്തിൽ ബാർബിക്യൂ ഒക്കെ കഴിക്കാമെന്നാ തോന്നുന്നേ. ഇതുപോലുള്ള കുറേ കഥകളുണ്ട്. ഇനി നിങ്ങൾ പറ, ഇത് വേദപുസ്തകം പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രത്യാശിക്കുന്ന സ്വർഗമാണോ? നമ്മൾ പറയുന്ന യേശു ആണോ ഇത്? അല്ല. ഇതുപോലെയാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള സ്വർഗത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും. ഇനി ഒരു മനുഷ്യനെ കുറിച്ച് എനിക്കറിയാം, സ്വർഗത്തിൽ പോയി. അദ്ദേഹം തന്നെ പറയുന്നു, ശരീരത്തോടാണോ അല്ലാതെയാണോ എന്ന് അറിയത്തില്ല, സമയം നീങ്ങളോ എനിക്കറിയാം, ഇപ്പം ഞാൻ നിർത്താം. എന്നിട്ട് അദ്ദേഹം പേര് പറയുന്നില്ല, 3-ാം സ്വർഗത്തോളം ആളിനെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. പൗലോസിനെ കുറിച്ചാ പറയുന്നത്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം അവിടെ പറയുന്നത്, സ്തോത്രം, പുസ്തകത്തിൻ്റെ പേര് ഞാൻ വാട്സപ്പിൽ ഇട്ടാൻ വേണമെങ്കിൽ, മലയാളത്തിലുള്ള പുസ്തകം. അദ്ദേഹം പറയുന്നു, ഞാൻ അവിടെ മനുഷ്യർക്ക് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. അവിടെ ഉണ്ട്, സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ കേട്ട വാക്കുകളും ഭാഷയും ഒന്നും മനുഷ്യരോട് പറയാൻ ഒക്കാത്തതാ. അത് പറയാനല്ല ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് വേറൊരു ബൈബിൾ എഴുതുക. തെറ്റ്. അത് പ്രോത്സാഹിപ്പിക്കരുത്. സ്തോത്രം. നമ്മൾ ഈ അനുഭവങ്ങൾക്ക്, പെന്തക്കോസ്തിൻ്റെ ഒരു അപജയമാണത്, നമ്മൾ അനുഭവങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നു. ഇനി ഇവർക്കൊക്കെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് തന്നെ ഇരുന്നോട്ടെ,
പക്ഷെ അതിനെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ, കച്ചവടച്ചരക്കാക്കാൻ നമ്മൾ നിന്നു കൊടുക്കുന്നു. പെന്തക്കോസ്തിന്റെ വലിയൊരു അപജയമായത്. ജീവകാലം മുഴുവനും വേണ്ടാതനമെല്ലാം കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു യോഗത്തിന് കയ്യും പൊക്കിയിട്ട് മുമ്പോട്ട് വന്നാൽ അവന് വേണ്ടി സ്റ്റേജ് കെട്ടിക്കൊടുക്കുന്ന പരുവാണ് നമ്മൾ ചെയ്യുന്നത്. അത് കേട്ടിട്ട് നമ്മുടെ വീട്ടിൽ മാനം മര്യാദയ്ക്ക് നമ്മുടെ സഭയിലും വളർന്ന നമ്മുടെ കുഞ്ഞുങ്ങള് പറയാതെ പറയും, എന്തൊരബദ്ധമാണ് ഞാൻ കാണിച്ചത്. അപ്പനും അമ്മയ്ക്കും ചർച്ചിനുമൊക്കെ വിധേയപ്പെട്ട് പാപമൊന്നും ചെയ്യാതെ ജീവിച്ചത്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കും കിട്ടിയനെയായിരുന്നു സ്റ്റേജ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, മുമ്പ്. അതുകൊണ്ട് ഇത് തെറ്റ. പൗലോസ് ഇത്ര വലിയ അനുഭവം ഉണ്ടായിട്ട് അതിനെ 1 or 2 വാക്യങ്ങളിൽ ഒതുക്കി, വേറെ ഒന്നും വിവരിച്ചില്ല. മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാത്ത, വിവരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ നിർത്തി. ഇവിടെ പുസ്തകം, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അനുഭവ പരമ്പരകൾ. തെറ്റ്. വേദപുസ്തകാടിസ്ഥാനം ഇല്ലാത്ത ചില കാര്യങ്ങൾ. ഏതൊരനുഭവത്തിനും അമിത പ്രാധാന്യം നമ്മുടെ ഇടയിൽ വേണ്ട. സാക്ഷി പറയിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ വേണ്ട. അത് അവരെ തന്നെ ഉയർത്തുന്ന സംഭവങ്ങളാണ്. സ്തോത്രം. സമയം ഇത്രയായതുകൊണ്ട് ഞാനങ്ങ് നിർത്തിക്കോട്ടെ. ചോദ്യങ്ങൾ? സ്തോത്രം. അതും ഓഫ് കോഴ്സ് പൗലോസ് ഇതൊക്കെ അന്നേരമൊന്നും എഴുതിയില്ല, 14 വർഷത്തിന് ശേഷം എഴുതിയത്. ഇത്രയും കൊണ്ട് പറഞ്ഞു നിർത്തി. താനാണെന്ന് പോലും പറഞ്ഞില്ല. നമ്മളങ്ങ് ഊഹിച്ചു പറയുക പൗലോസ് തന്നെയാണെന്ന്. സ്തോത്രം. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി മരണം അനുഭവിച്ച, ആസ്വദിച്ച നമ്മുടെ കർത്താവ്, മരണം ആസ്വദിച്ചതുകൊണ്ട് യേശു ക്രിസ്തു ഇന്നായിരിക്കുന്ന മഹത്വത്തെ അനുഭവിപ്പാനും ആസ്വദിപ്പാനും നമുക്ക് സാധിക്കും. സ്തോത്രം. നമുക്ക് പകരം മരണം ആസ്വദിച്ചതുകൊണ്ട് നിത്യത ആസ്വദിപ്പാൻ നമുക്ക് സാധിക്കും. ക്രിസ്തു നമുക്ക് പകരം മരണം അനുഭവിച്ചതുകൊണ്ട് കർത്താവിനോടൊത്തുള്ള നിത്യത അനുഭവിപ്പാനും നമുക്ക് സാധിക്കും. ആ വലിയ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.